ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയുടെ വണ്ടിയുടെ താക്കോലും എടുത്ത് ഭാമ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ ചാന്ദ്രമതി പൊക്കി. ഭാമേ, ഞാൻ പോവാ ചന്ദ്രേ. ഇരുട്ടിയല്ലോ, നീ ഇനി അങ്ങനെ പോകാനാ? ഞാൻ ശ്രുതിയോട് കൊണ്ടുവിടാൻ പറയാം. എന്നെ ആരും കൊണ്ടുവിടുമൊന്നും വേണ്ട, ഞാൻ പൊക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് സാരി തലപ്പിൽ പൊത്തി പിടിച്ചുകൊണ്ട് ഇറങ്ങി ഓടി ഭാമ. ഇവളിനി ഇങ്ങനെ പോയത് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഭാമ അതുമായിട്ട് ഓടിപ്പോയിരുന്നു. അപ്പോൾ വഴിയിൽ ഈ ശ്രുതിയും അതുപോലെ നമ്മുടെ മീരയും കൂടെ കാത്തു നിൽക്കുക. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചെന്നു ഭാമ. കാറിൻ്റെ കീ കിട്ടിയില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തു ദാ എന്നും പറഞ്ഞ് അത് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. എൻ്റെ പൊന്നോ, കിട്ടിയെന്നും പറഞ്ഞ് നിൽക്കുന്നു രണ്ടും കൂടി. ഇതിൽ നിന്ന് ഡിക്കിൽ നിന്ന് ബാഗ് എടുക്കാൻ വേണ്ടി തന്നെ അല്ലേ എന്ന് ചോദിച്ചപ്പം അതേ ആൻറ്റി, ഞാൻ വേറെ ഇപ്പം എന്ത് ചെയ്യാനാണെന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. അപ്പോൾ ഇവളുടെ ഭാവം കാണുമ്പോൾ എന്തോ ഒരു പന്തികേടുള്ളത് പോലെയാണല്ലോ എന്ന് ഭാമ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ അല്ല ആൻറ്റി എങ്ങനെ പോകും, ഞങ്ങൾ കൊണ്ടുവിടണമെന്ന് ചോദിച്ചു. അപ്പം ആൻറ്റി എങ്ങനെ പോകും, ഞാൻ കൊണ്ടുവിടാമെന്നും മീര പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ച് പൊക്കോളാവെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. നമ്മുടെ ഭാമ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഭാമ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പാവ ആൻറ്റി എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ അവിടെ മീര നിൽക്കാട്ടോ. ഇത് വേണോ ശ്രുതി, ഒന്നുകൂടി ആലോചിച്ചിട്ട് ആൻറ്റീനയുടെ ആൾക്കാർക്ക് കീ കൊടുത്താൽ പോരേന്ന് ചോദിച്ചു. അപ്പോൾ ആലോചിക്കാനൊന്നുമില്ല, അവൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണെന്ന് ശ്രുതിയെ ഇപ്പം തന്നെ കീ കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവള് മീരയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ആൻ്റണിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും ഇവന്മാർ രണ്ടുപേരും കൂടി ഒരു കാരണവശാലും നമ്മളത് ബ്രേക്ക് കളയാനാണെന്നുള്ള രീതിയിലൊന്നും അവൾ അറിയാൻ പാടില്ല എന്ന് ആൻ്റണി പറയാം. അവൾ കുരുട്ടബുദ്ധിയുള്ളവളാണ്, അവൾക്ക് കാര്യം മനസ്സിലാവത്തില്ല എന്നാന്ന് ചോദിച്ചു. എന്നും പറഞ്ഞ് ആൻ്റണി നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഈ രണ്ട് മുതലും കൂടെ അങ്ങോട്ടേക്ക് ചെന്നു താക്കോല് കൊടുത്തു. അതെ, എനിക്ക് ഈ താക്കോല് തന്ന കാര്യം നിങ്ങളാരോടും പറയരുത് കേട്ടോ, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ എന്തിനാ നീ നിന്റെ ഫ്രോഡ് പരിപാടിയിലേക്ക് ഞങ്ങളെ വലിച്ചഴക്കുന്നതെന്ന് മീര എന്തായാലും ചോദിച്ചു. അപ്പോൾ ഇവള് ഫ്രോഡ് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു ഈ ശ്രുതി. എന്നും പറഞ്ഞു യുവമാർ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ശ്രുതി. അപ്പോൾ യുവമാർ ശ്രുതിയെ കളിയാക്കി ചിരിക്കുക സൈഡിൽ നിന്ന്. ആൻ്റണി വേണ്ട കേട്ടോ, നീ കാറിൻ്റെ കീ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അതും കൊടുത്ത് എന്താ നിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ നിന്നോട് പിന്നെ വിശദമായിട്ട് പറയാം. അല്ല, ഇത് തന്നെയല്ലേ നീ മുന്നേ എന്നോട് പറഞ്ഞത്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജോലി നോക്കട്ടെ എന്ന് ആൻ്റണി പറയണു. അത് കേട്ടപ്പം നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല, എന്തായാലും ഓൾ ദി ബെസ്റ്റ് എന്ന ശ്രുതി. ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റണി ഇങ്ങനെ നിൽക്കുക. അവർ രണ്ടുപേരും കൂടി എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ രണ്ടുപേരും പിന്നെ കാറിൻ്റെ ബ്രേക്ക് തകരാറാക്കി വെക്കണം. അതിനുശേഷം കാറിൻ്റെ കീ അവിടെ വരാന്തയിലോ മറ്റോ ഇട്ടിരിക്കണം. അവർ ഉറങ്ങി കാണുമായിരിക്കണം, എങ്കിലും വളരെ ശ്രദ്ധിക്കണം കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെ പറഞ്ഞു വിടുവാണ് ആൻ്റണി. രേവതിക്ക് ജീവിത അവസാനം വരെ കരയാനുള്ള വകയായി എന്നും പറഞ്ഞുകൊണ്ട് ആൻ്റണി ഇങ്ങനെ ചെവിയൊക്കെ മാന്തിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണേ, ഭയങ്കര സന്തോഷത്തിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സച്ചിയും രേവതിയും കൂടി അവിടെ കിടക്കാനായിട്ട് വന്ന് ഇരിക്കുന്നപ്പോൾ സച്ചി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക. അതെ, നീ പൂ വിൽക്കാൻ പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാറില്ലേ എന്ന് ചോദിച്ചു. ഉണ്ടല്ലോ. എന്താ സച്ചേട്ടൻ അങ്ങനെ ചോദിച്ചേ? അല്ല, അതെ, ആൻ്റണിയെ ഇടിക്കുന്നതിന് മുന്നേ നിനക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് വായിലൊഴിച്ചിട്ട് നിൽക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്ക് അത് കേട്ടപ്പോൾ രേവതി ഒന്ന് ചിരിച്ചു. അല്ല, എൻ്റെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞെന്ന വഴിയല്ലേ, എന്തുകൊണ്ടാണ് നീ അതങ്ങനെ പറഞ്ഞ് നീ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു. നിനക്കങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്നും സച്ചി ചോദിക്കാം. അവൻ്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ രേവതി, അവൻ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നണുണ്ടോ എന്ന് ചോദിച്ചപ്പം രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കിയിരിക്കുക. ഇതിനവൻ കണക്ക് തീർക്കാൻ തോക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്കും ഭയങ്കര ഒരു പേടിയും കാര്യങ്ങളും. നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്തു പേടി, എനിക്കെന്തിനാ പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ അടിക്കുമായിരുന്നു എന്ന് രേവതി സച്ചിയോട് ചോദിച്ചപ്പം ഇതിന് മറുപടിയായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യം 100% ഉറപ്പാണെന്ന് സച്ചി പറഞ്ഞു. അന്നേരം എൻ്റെ സച്ചിയേട്ടാ, അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല, അവനെ സച്ചിയേട്ടനെ ശരിക്കും പേടിയാ. എന്നോട് എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഇരട്ടി തിരിച്ച് കിട്ടുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പോകുന്നില്ല, അവൻ അനങ്ങാൻ പോലും മടിക്കുമെന്നൊക്കെ രേവതി പറഞ്ഞപ്പം അനങ്ങോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു സച്ചിയെ. അങ്ങനെ അതും പറഞ്ഞ് ഇവരതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രാവിലത്തെ ഒരു ഓർഡറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിനുള്ള പൂവും കാര്യങ്ങളൊക്കെ രാവിലെ കൊണ്ടു കൊടുക്കണമെന്നും പറഞ്ഞു. ഇത്രയും വലിയ ഓർഡറൊക്കെ നിനക്ക് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്ക് കിട്ടിയ ഓർഡറല്ല, പ്രമീള ചേച്ചിക്ക് കിട്ടിയ ഒരു ഓർഡറായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ മാല കെട്ടിവെച്ചിട്ടുണ്ട്, കുറച്ചുകൂടി കെട്ടിവെക്കാനുണ്ടെന്നും പറഞ്ഞു. സച്ചിയുടെ നാളെ രാവിലെ ട്രിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഒരു ട്രിപ്പുണ്ട്, രാവിലെ 8 മണിക്കാണ്. 8 മണിക്കല്ലേ, അപ്പോൾ പിന്നെ ഞാനും കൂടെ വരാവേ, എന്നെ പ്രമേള ചേച്ചിയുടെ കടയുടെ ഫ്രണ്ടിൽ ഒന്ന് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് സച്ചേട്ടൻ പോയിക്കോളാനും പറഞ്ഞു. എന്ന് അപ്പോൾ പിന്നെ പൂ കൊടുക്കാൻ വേണ്ടി എനിക്ക് വേറെ ഓട്ടോയും വിളിക്കണ്ടല്ലോ.
അല്ല നിന്റെ സ്കൂട്ടറിന് എന്താ പറ്റിയത്? അതും എന്നെ സ്കൂട്ടറിനൊന്നും പറ്റിയിട്ടൊന്നും അല്ല, ഇതേ സ്കൂട്ടർ കൊണ്ടുപോകാൻ പറ്റുന്നതല്ല, കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു. രേവതി കിടക്കാൻ പോകുമെന്ന് പറഞ്ഞ് രേവതി കിടന്നു. രണ്ടുപേരും ഉറങ്ങുകയാണ്. അങ്ങനെ എല്ലാവരും ഉറക്കം പിടിച്ചു. ഭാമയ്ക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭാമയാണെങ്കിൽ എഴുന്നേറ്റിരിക്കുന്നു, ഭയങ്കര ആദ്യ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നതായിരിക്കും അവൾ ഒപ്പിച്ചു വെച്ച ചതി? അവളെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാകുമോ എന്നൊക്കെ ഇങ്ങനെ ഭാമ ചിന്തിക്കുക കേട്ടോ. ആകെ പ്രശ്നമാവുമോ ദൈവമേ, എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്ത് ഒടുക്കം ഞാൻ കുടുങ്ങുമോ എന്നും പറഞ്ഞുകൊണ്ട് ഭാമയ്ക്ക് ഉറക്കം പോയി. അപ്പം എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പാം. ഈ നേരം കൊണ്ട് അവന്മാർ രണ്ടുപേരും കൂടി സച്ചിയുടെ വീട്ടിലെത്തി, ചന്ദ്രോദയത്തിലെത്തി. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി പതുക്കെ അവന്മാർ മതിൽ ചാടിക്കടന്ന് സച്ചിയുടെ വണ്ടി തുറന്നു. സച്ചിയുടെ വണ്ടി തുറന്നിട്ട് അതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ഉറക്കം ഭയങ്കര അപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. സച്ചി ചാടി എഴുന്നേറ്റു. ഈ നേരം കൊണ്ട് ഇവന്മാർ പുറത്ത് പണിതുകൊണ്ടിരിക്കുക വണ്ടിയിൽ. സച്ചി എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ഇങ്ങനെ ഉറക്കം വരാതെ ഭയങ്കര ഒരു ഇതിൽ. ആ നേരം കൊണ്ട് ഇവന്മാർ അതിനകത്ത് എന്തൊക്കെയോ മെനപണിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ സച്ചിയാണ് രേവതിനെ വിളിക്കാൻ നോക്കിയിട്ട് വേണ്ട, അതിന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തൊക്കെ കുടിക്കുക സച്ചി. അപ്പോൾ ഇതേ യുവമാരാണെങ്കിൽ പുറത്ത് പണിതുകൊണ്ടിരിക്കുന്നു. സച്ചി ഇതൊന്നും അറിയുന്നില്ല. സച്ചിക്കാണെങ്കിൽ ഉള്ളിൽ ഭയങ്കര ഒരു ഭയമോ എന്തൊക്കെയോ ഒരു വെപ്രാളോ കാര്യങ്ങളൊക്കെ. വെള്ളം കുടിച്ചിട്ട് സച്ചി വന്ന് കിടന്നു. അപ്പോൾ അതേ എല്ലാം അഴിച്ചു പെറുക്കിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ വണ്ടി നാളെ എവിടെയെങ്കിലും ഇടിച്ചവനങ്ങ് തീരട്ടെ യുവമാർ പരസ്പരം പറയുക. അങ്ങനെ അതും പറഞ്ഞ് ഇതിനി എവിടെ വെക്കാനാണെന്ന് ചോദിച്ചു. ആ വരാന്തയിൽ കൊണ്ട് വെച്ചാലോ എന്ന് ചോദിച്ചു. താക്കോലേ വേണ്ട, ജനൽ വഴി നമുക്ക് അകത്തേക്ക് ഇടാം, വാ ഞാൻ ഇടാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ അങ്ങ് പോയി. എന്നിട്ട് പതുക്കെ ചെന്ന് ജനൽ തുറന്ന് ജനലിൻ്റെ അകത്തോടെ കീവുമാരെ ഹോളിലേക്ക് വലിച്ചെറിഞ്ഞിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്തോ മാല ഇവരും അങ്ങ് പോയി. പിന്നെ രാവിലെയായി. അപ്പോൾ രേവതി ആണെന്നുണ്ടെങ്കിൽ മാലയൊക്കെ കെട്ടി മുഴുവനും സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു. നീ ഇതുവരെ തീർത്തില്ല രേവതി, ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായി, ട്രിപ്പ് പോയിട്ട് വന്നിട്ട് കഴിക്കാൻ വരാൻ പറഞ്ഞു, കാറിൻ്റെ കീ തരാൻ പറഞ്ഞു. കാറിൻ്റെ കീയോ? അത് സച്ചേട്ടൻ്റെ കയ്യിലല്ലേ ഉള്ളതെന്ന് ചോദിച്ചു. എന്നോടാണോ ചോദിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പം ഇന്നലെ രാത്രി നിൻ്റെ കയ്യിലല്ലേ ഞാൻ കീ തന്നത്, നീയല്ലേ വെച്ചത്? എൻ്റെ കയ്യിൽ തന്നിട്ടൊന്നും ഇല്ല, സച്ചേട്ടൻ എന്താ വെറുതെ സ്വപ്നം കാണുകയാണോ എന്ന് രേവതി അന്നേരം ചോദിച്ചു. അല്ല ഇന്നലെ നിന്റെ കയ്യിൽ തന്നെയാണ് ഞാൻ കീ തന്നത്, നിനക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് രേവതി. നീ എവിടെ വെച്ചതെന്ന് വെച്ചാൽ നോക്കി ഒന്ന് എടുത്തുകൊണ്ട് വാ, എനിക്ക് പോകണം, സമയം പോയി, ചുമ്മാ ടെൻഷൻ ആക്കരുത് കേട്ടോ. അന്നേരം എൻ്റെ പൊന്നു സച്ചേട്ടൻ എനിക്ക് ഓർമ്മക്കേടൊന്നുമില്ല, എൻ്റെ കയ്യിൽ സച്ചേട്ടൻ തന്നിട്ടില്ല, സ്ഥിരം വെക്കുന്ന എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, ചെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം നിന്റെ കയ്യിലല്ലേ ഞാൻ തന്നത്, പിന്നെ എങ്ങനെയാണ് അവിടെ കാണുക? അത് പിന്നെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചേട്ടാ, എൻ്റെ കയ്യിൽ തന്നിട്ടില്ലെന്ന് പറഞ്ഞില്ലേ. ഇവള് ഭ്രാന്ത് പിടിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ എല്ലാം നോക്കുക. രേവതിയും നോക്കണം. രണ്ടുപേരും കൂടി ഇങ്ങനെ ഇതിലെല്ലാം നോക്കുക. അങ്ങനെ നോക്കി ചെന്നപ്പോഴത്തേക്കും നിലത്ത് കിടക്കുന്ന താക്കോല് രേവതി കണ്ടു. അപ്പം രേവതി ഇതെടുത്ത് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. കീത അവിടെ കിടക്കുമായിരുന്നു എന്നും പറഞ്ഞു. അതങ്ങനെ അവിടെ വന്നത്? അപ്പം സച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ അങ്ങനെ വീണതായിരിക്കും. അതിനൊന്നും ഓരോ സാധ്യതയില്ല, ഞാൻ അങ്ങനെയൊന്നും വിടില്ല. എന്നാൽ പിന്നെ കീക്ക് കൈയും കാലും വെച്ച് നടന്നു പോയിട്ടുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, കീ കിട്ടിയല്ലോ, നീ വാ, ലേറ്റ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ പോകാനായിട്ട് തുടങ്ങണം. കവറൊക്കെ എടുത്ത് രണ്ടുപേരും കൂടി കുറേ സാധനങ്ങളുണ്ട് അതുമായിട്ട് ഇങ്ങനെ പോകാൻ നോക്കുക. സമയം ഒത്തിരി ആയല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവാം. അങ്ങനെ വണ്ടി ഇതേ അവിടെ ബ്രേക്കൊക്കെ പോയി കിടക്കും. അപ്പോൾ അവങ്ങൾ അറിയുന്നില്ല. അപ്പോഴത്തേക്ക് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. അപ്പോൾ ഹലോ സാറേ പറഞ്ഞു. സാറേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം സാറേ, ഇപ്പോൾ എത്തും സാറേ എന്നൊക്കെ പറഞ്ഞു. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഓക്കെ സാർ, ഓക്കെ, ഇല്ല ലേറ്റ് ആവില്ല സാർ, ഞാൻ വരുമോ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഫോൺ കട്ട് ചെയ്തു. എന്നിട്ട് രേവതിയോട് പെട്ടെന്ന് വാ, സാറവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോഴത്തേക്കും വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി, ആ വണ്ടി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ അവിടെ നിർത്തി. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ചേച്ചി ഇറങ്ങി വരുന്നു. പ്രമീള ചേച്ചി വരുന്നുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രേവതി. അപ്പോൾ രേവതി എന്നിട്ട് പ്രമീള ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു കേട്ടോ. പിന്നെ രേവതി മാലകളൊക്കെ റെഡിയായോ, ഞാനത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം റെഡിയായി ചേച്ചി, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിയതാ, അപ്പോഴല്ലേ ചേച്ചി ഇങ്ങോട്ട് വന്നതെന്ന് പറയാം. ഇവിടെ അടുത്തൊരു വീട് വരെ വരാനുണ്ടായിരുന്നു, തിരിച്ചു പോകുമ്പോൾ എടുക്കാമെന്ന് കരുതി, നിനക്കൊരു യാത്ര ഒഴിവാകുമല്ലോ. അപ്പോൾ സച്ചേട്ട ചേച്ചി ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മാലയെല്ലാം ചേച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇപ്പം എന്നാൽ ശരി രേവതി, കാശ് വൈകുന്നേരം തന്നേക്കാട്ടോ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ശരി എന്നാൽ ഞാൻ പൊക്കോട്ടെ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പ്രമീള ചേച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. അന്നേരം രേവതി, അതെ മാല കൊടുത്തില്ലേ, ഇനിയിപ്പോൾ നീ വരുന്നില്ലല്ലോ? ഇല്ല, സച്ചേട്ടൻ പോയിക്കോളാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. സച്ചി പോകാൻ നോക്കുമ്പോൾ പിന്നെ ശ്രദ്ധിച്ച് പോകണം കേട്ടോ സച്ചേട്ടാ. അച്ഛനാ സാധാരണ എന്നോട് ഇങ്ങനെ പറയാറ്, ഇപ്പം നീ അത് തുടങ്ങിയോ എന്ന് ചോദിച്ചു. ശരി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. സച്ചി അങ്ങനെ രേവതിയോട് യാത്ര പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് പോകണു. അപ്പോൾ സച്ചി അങ്ങ് പോയപ്പോഴത്തേക്ക് യുവമാർ ആ സൈഡിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക. സച്ചി പോകുന്നത് നോക്കി. അപ്പോൾ യുവമാർ കണ്ടു കേട്ടോ സച്ചി പോണത്.
സച്ചി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തൻ മറ്റവനോട് വന്നിട്ട് അവൻ ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവളും കൂടി ഉണ്ടായിരുന്നേ, രണ്ടെണ്ണങ്ങളും കൂടെ അങ്ങ് തീർന്നേനെ എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാരങ്ങനെ നിൽക്കുക. അപ്പോൾ അതേ ഇവർ രണ്ടുപേരും കൂടെ തീരുന്നതും പ്രതീക്ഷിച്ച് ഇങ്ങനെ രണ്ടെണ്ണം കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ സാരമില്ല പോട്ടെ, അവൻ്റെ കഥ ഏതായാലും മിനിറ്റുകൾക്കുള്ളിൽ തീർന്നോളും, നീ വാടാ എന്നും പറഞ്ഞ അവന്മാർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. അമ്മ രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ സച്ചി വണ്ടി ഓടിച്ച് അങ്ങ് പോണു. സച്ചി കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. സച്ചി എന്നിട്ട് ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി നോക്കി കിട്ടുന്നില്ല, ബ്രേക്ക് പോയി എന്നുള്ളത് സച്ചിക്ക് മനസ്സിലായി. സച്ചി എന്നിട്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വെട്ടിക്കുക കേട്ടോ. അങ്ങനെ എവിടേക്കോ കൊണ്ടിട്ട് ഇങ്ങനെ വലിയൊരു മൈതാനം പോലെ ഒരു സ്ഥലത്തൊക്കെ ഇട്ട് സച്ചി ഇങ്ങനെ അപ്പോഴത്തേക്കും ഗീറ് മാറുന്നു. ഒരു രക്ഷയില്ല. സച്ചിക്ക് മനസ്സിലായി വണ്ടിക്ക് പണിയായെന്ന്, ബ്രേക്ക് പോയിന്ന്. സച്ചി എന്നിട്ട് കൊണ്ടുവന്ന ഒരു വണ്ടിയിലേക്ക് ഒരൊറ്റ ഇടുപ്പിൽ ഒരൊറ്റ ചവിട്ടും ഒരുമിച്ചായിരുന്നു. അപ്പോഴേക്കും ഒരു ഹെൽമെറ്റ് തെറിച്ചു പോകുന്നത് കണ്ടു. നോക്കുമ്പോൾ തൊട്ടരികിൽ നമ്മുടെ അരുണും പോലീസും എല്ലാവരും. അത് വേറെ ആരുടെയും വണ്ടിയായിരുന്നില്ല, അരുണിൻ്റെ വണ്ടിയിലേക്കാണ് കൊണ്ടുവന്നത്. ആ ബുള്ളറ്റിലേക്ക് കൊണ്ടുവന്നാണ് നമ്മുടെ സച്ചി ഇടിപ്പിച്ച് കൊണ്ട് നിർത്തിയത്. ദേ കിടക്കുന്നു സച്ചിക്കുള്ള അടുത്ത പണിയായിട്ട്. ഈശ്വര, അങ്ങനെ സച്ചി കൊണ്ടുവന്ന് വണ്ടി ഇടിപ്പിച്ചങ്ങ് നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. പ്രത്യേകിച്ച് നമ്മുടെ അരുൺ. സച്ചിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടി. എന്തായാലും ഇനി സച്ചിക്ക് എന്തൊക്കെയാണ് അരുൺ വിധിക്കാൻ പോകുന്നതെന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുകയാണ്. എന്തായാലും നമ്മുടെ സച്ചി വളരെ അത്ഭുതകരമായിട്ടാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആൻ്റണിയുടെ ആ ഒരു പ്ലാനും ഫ്ലോപ്പായി. അപ്പോൾ എല്ലാവരും കാണുമല്ലോ. എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി വീണ്ടും അറിയിച്ചുകൊണ്ട് ഇനിയും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. ടാറ്റാ, സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.